ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന് നല്ല പനി, പനിച്ചു വിറയ്ക്കുക. ആശുപത്രി പോകാൻ വിളിച്ചിട്ടാണെങ്കിൽ വരുന്നില്ല. ഞാൻ പിന്നെ മരുന്ന് വാങ്ങിക്കൊടുത്തു. താൻ ചന്ദ്രാമ്മയെ വല്ലതും പറഞ്ഞോ? ചന്ദ്രാമ്മ വിഷമത്തിലാണല്ലോ പോകുന്നത്. ഞാനെന്തു പറയാൻ? ഒന്നും പറയരുത്. എന്റെ ചന്ദ്രാമ്മ എന്തെങ്കിലും പറഞ്ഞ് താൻ വിഷമിപ്പിച്ച താൻ എന്റെ വാങ്ങും. ഓഹോ, ചന്ദ്രാമയും താനും കേട്ടെടുത്തോ? ഈ വീട്ടിലെ മുഴുവൻ അമ്മമാരും ഇപ്പൊ തന്റെ ആണല്ലോ. മുഴുവനില്ല. എടോ ഡ്രൈവർ വയ്യ, താൻ ചിലപ്പോ പറയാറില്ലേ ഇവിടുത്തെ അഹങ്കാരിയായ രമാദേവിയും തന്റെ അമ്മയാണെന്ന്. തന്റെ രമാമയെ താൻ തന്നെ എടുത്തോ, അതിനിവിടെ ആർക്കും വേണ്ട. അല്ല അല്ല സാറെവിടെ? പനി പിടിച്ച് കിടപ്പാ. നല്ല പനിയാ. പാവം, ഈ വീട്ടിലാകെ മനുഷ്യപ്പറ്റുള്ളത് ആ സാറിന് മാത്രമാ. അപ്പോ എനിക്കില്ലേ? അതിന് താൻ ഈ വീട്ടിലുള്ളതാണോ? അല്ലല്ലോ, താൻ വേറെ ഏതോ വീട്ടിലെ പയ്യനല്ലേ. ഇതിപ്പോ താൻ പറഞ്ഞു പറഞ്ഞ് ഇവിടുത്തെ റേഷൻ കാർഡിൽ കയറി പറ്റുന്ന ലക്ഷണമാണല്ലോ. ഇനി കയറി പറ്റുമോ? എന്നാ കുടി. തനിക്ക് എന്നെ നല്ല മതിപ്പാണല്ലേ? പിന്നെ മതിപ്പിനേക്കാൾ കൂടുതൽ ഇപ്പോ എന്റെ മനസ്സിൽ വേറൊന്നുകൂടിയുണ്ട്. എന്താ? പറഞ്ഞോ. പറയട്ടെ? വേഗം പറ. മതിപ്പിനേക്കാൾ കൂടുതലേ പുച്ഛ. നല്ല അസല് പുച്ഛം. ഒന്നേ എന്നും ചന്ദ്രാമയ്ക്കുള്ളതാ. ഇന്ന് താൻ വെച്ചോ. വാങ്ങണോ? ഇതിന് വേറെ അർത്ഥമൊന്നുമില്ലല്ലോ അല്ലേ? വേറെന്തർത്ഥം? അല്ല, ഞങ്ങളുടെ നാട്ടിലെ ഇതിനൊക്കെ വേറെയാ പറയുന്നത്. അങ്ങനെ ഒരു അർത്ഥമില്ല. ധൈര്യമായിട്ട് തലയിൽ വെച്ചോ. എന്നാ ശരി. മഴനൂലിൻ ചേലായി കുഞ്ചും പെണ്ണിൻ മനമാകെ ചെമ്മാനത്തിൻ ചോപ്പ് മെഴിവാതിൽ ചാരി വന്നിടുമ്പോൾ കതിരോന്റെ ചിരിയാണെന്നെ ചൊല്ലി.